തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 വാർഡുകളിൽ CPI, CPM, കോൺഗ്രസ്, SDPI എന്നിവ ഓരോ സീറ്റ് നേടി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇടതുകോട്ടയായ ശ്രീവരാഹം വാർഡിൽ CPI സ്ഥാനാർത്ഥി നേടിയ ദയനീയമായ വിജയമാണ്. അതിനെ ദയനീയമായ വിജയം എന്ന് തന്നെ പറയാം. CPIയുടെ ഹരികുമാർ അവിടെ വിജയിച്ചത് വെറും 12 വോട്ടിന്. BJPയാണ് അവിടെ രണ്ടാമതെത്തിയത്. BJPയിലെ R മിനിയെ ഹരികുമാർ 12 വോട്ടിന് തോൽപ്പിച്ചു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPIയിലെ വിജയകുമാർ 120 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥിയായ മിനിയെ തോൽപ്പിച്ചത്. ഇത്തവണ വോട്ട് വിഹിതം വളരെ കുറഞ്ഞു. വെറും 12 വോട്ടിന് CPI അല്ല LDF കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ BJP 18 തടവും പയറ്റുന്നു എന്ന സൂചന കൃത്യമായി. മുസ്ലിങ്ങൾക്ക് ഏറെ പ്രാതിനിധ്യമുള്ള വാർഡുകളിലൊന്നാണ് ശ്രീവരാഹം. അവിടെ മുസ്ലിം വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല എന്ന് CPMലെ ഒരു ഉന്നത നേതാവ് പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു. CPMലെ സകല മിഷണറികളും ഉപയോഗിച്ചു ശ്രീവരാഹത്ത് CPI സ്ഥാനാർത്ഥി ഹരികുമാർ ജയിക്കാൻ. മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ തമ്പടിച്ച് പ്രവർത്തിച്ചു. തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ അവിടെ തമ്പടിച്ച് തന്നെ പ്രവർത്തിച്ചു. എന്നിട്ടും വെറും 12 വോട്ടിനാണ് ഇടതുകോട്ടയായ ശ്രീവരാഹത്ത് CPI സ്ഥാനാർത്ഥി ഹരികുമാർ ജയിച്ചു കയറി. വിജയകുമാറിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായ CPIയുടെ വിജയകുമാറിന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു ശ്രീവരാഹത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ശ്രീവരാഹത്തെ ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള ട്രയൽ റണ്ണായി വേണം കാണാൻ. ഇടതുകോട്ടയായ ശ്രീവരാഹത്ത് ഇടതുകോട്ടകളിൽ BJP വിള്ളൽ വീഴ്ത്തിയത് CPMനെ ഞെട്ടിച്ചിരിക്കുകയാണ്. സാധാരണ CPM പ്രവർത്തിക്കുന്ന രീതിയല്ല ശ്രീവരാഹത്ത് ഇത്തവണ നടത്തിയത്. സംസ്ഥാന നേതാക്കളുടെ നിരീക്ഷണത്തിൽ ജില്ലാ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കം, മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം അവിടെ തമ്പടിച്ച് പ്രവർത്തിച്ചു. എന്തായാലും ഒരു കാര്യത്തിൽ LDFന് ആശ്വസിക്കാം, ശ്രീവരാഹം സീറ്റ് നിലനിർത്തിയത്. മറ്റൊരു കാര്യത്തിൽ അവർക്ക് വലിയ നിരാശയാണ് ഉണ്ടാകുന്നത്. CPMന്റെ കോട്ടകളിൽ BJP ഇടിച്ചു കയറി തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമാണ് BJP നേടിയത്. CPMന്റെ ഉറച്ച കോട്ടയായ നെടുങ്കാടും കരമനയും ചാലയും ഒക്കെ BJP നേടി. പല വാർഡുകളിലും അവർ 2ാം സ്ഥാനത്ത് വന്നു. ഈ ശ്രീവരാഹത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രകടനം കൂടി നോക്കണം. കോൺഗ്രസിലെ സുരേഷ് കുമാറിന് ആകെ കിട്ടിയത് 277 വോട്ടാണ്. ഹരികുമാറിന് 1358 വോട്ടും BJPയിലെ R മിനിക്ക് 1346 വോട്ടും ലഭിച്ചു. കോൺഗ്രസിലെ സുരേഷ് കുമാറിന് 277 വോട്ടാണ് ലഭിച്ചത്. ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണം കോൺഗ്രസിന്റെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറുകയാണ്. ഒരു കാലത്ത് ശ്രീവരാഹത്ത് LDFും UDFും തമ്മിലായിരുന്നു മത്സരം. പക്ഷേ പിന്നീട് BJP അവിടെ പതിയെ വേരോടിക്കുകയായിരുന്നു. പതിയെ സ്വാധീനമുറപ്പിക്കുകയായിരുന്നു. എന്തായാലും BJP സ്ഥാനാർത്ഥി കഷ്ടിച്ചാണ് പരാജയപ്പെട്ടത്. കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് ഇടതുകോട്ടയായ ശ്രീവരാഹത്ത് BJPക്ക് വിജയം നഷ്ടപ്പെട്ടത്. ഇത് ഒരു സൂചനയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പിടിമുറുക്കി തുടങ്ങി. തിരുവനന്തപുരത്തെ ഇടതുകോട്ടകളിൽ BJP പിടിമുറുക്കി തുടങ്ങി.